10-30ഓളം പെണ്ണ് കണ്ടിട്ട് രാജ്കുമാറിന്റെ മകൻ അമ്മുവിനും ഒന്നും അങ്ങോട്ട് സെറ്റായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അനിലമുട്ടിൽ തറവാട്ടിൽ എന്തോ സർപ്പശാപമുണ്ടെന്നും അവിടെ കല്യാണം കഴിച്ചെത്തുന്ന പെണ്ണുങ്ങൾ വാളിൽ നിന്നുമുള്ള കഥ കേട്ട് അവരുടെ തറവാടിനെ കുറിച്ച് അറിയാവുന്ന ആരും അങ്ങോട്ട് പെണ്ണ് കൊടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അമ്മുവിന്റെ ലൈഫിലേക്ക് സ്നേഹ എന്ന പെൺകുട്ടി എൻട്രി കൊടുക്കുന്നത്. ഒരു കോളേജ് ശിവനിയുടെ കണ്ടുമുട്ടി ഇവരുടെ പരിചയം പിന്നീട് പ്രണയമായി മാറി. രണ്ട് മതക്കാരായിരുന്നെങ്കിലും വീട്ടുകാർ തമ്മിൽ അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ കല്യാണ ഒരുക്കങ്ങൾ ഫുൾ സ്പീഡിൽ നടക്കുമ്പോഴായിരുന്നു കഥയിൽ മാസ്റ്റർ സംഭവിക്കുന്നത്. അമ്മുവിന്റെ സ്വന്തം അച്ഛൻ രാജ്കുമാർ സ്നേഹയുടെ അച്ഛൻ മാർക്കോസിന്റെ സഹോദരി മെഴ്സിയെ രജിസ്റ്റർ മാരേജ് ചെയ്യുകയും വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞ പ്രണയികളായിരുന്നു ഇവർ വീണ്ടും ഒന്നിച്ചതോടെ മാർക്കോസ് ആകെ തകർന്നു പോയി. ഇനി ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അമ്മുവിന്റെയും സ്നേഹയുടെയും കല്യാണം അദ്ദേഹം നിർത്തിവെച്ചു. ആദ്യം അച്ഛനോട് ഭയങ്കര കലിപ്പിലായിരുന്ന അമ്മുവിന് പിന്നീട് രാജ്കുമാറിന്റെയും മെഴ്സിയുടെയും പഴയ പ്രണയകഥ അറിഞ്ഞതോടെ മനസ്സലിഞ്ഞു. ഒടുവിൽ സ്നേഹയുടെ വിഷമം കണ്ടു നിൽക്കാൻ കഴിയാതെ മാർക്കോസിന് വീണ്ടും കല്യാണത്തിൽ സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ടെസ്റ്റുകൾ അവിടെയും തീർന്നില്ല. അച്ഛനും മകനും ഒരേ സമയം ലൈഫിൽ സെറ്റായപ്പോൾ കുടുംബത്തിലെ സിംഗിൾ പവറായിരുന്ന ചിറ്റപ്പൻ അമ്പിയും ഒരു പെണ്ണിനെ സെറ്റാക്കി അമ്മുവിന്റെ കല്യാണ ദിവസം തന്നെ സ്വന്തം കല്യാണം നടത്തി. 2 മാസങ്ങൾക്ക് ശേഷം മെഴ്സി ഗർഭിണിയായ വിവരമറിഞ്ഞ മാർക്കോസ് ആ സന്തോഷത്തിൽ പഴയ പിണക്കങ്ങളും ദേഷ്യങ്ങളും എല്ലാം മറന്ന് ഇരുവരെയും മനസ്സ് തുറന്ന് സ്വീകരിക്കുകയായിരുന്നു. അതിനിടയിൽ മറ്റൊരു പ്രശ്നവും കൂടി തുടങ്ങി. സ്നേഹയുടെ സഹോദരി സോഫിയുടെ കല്യാണം ടോമുമായി ഫിക്സ് ആയിരുന്നുവെങ്കിലും സോഫിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നത് ടോമിന്റെ സഹോദരനായ ജോലിനെയായിരുന്നു. അച്ഛനെ പേടിച്ചൊന്നും തുറന്നു പറയാൻ കഴിയാതെ വന്നപ്പോൾ സോഫി സഹായത്തിനായി അമ്മുവിനെ സമീപിച്ചു. കല്യാണ തലേന്ന് അമ്മു എല്ലാ കാര്യങ്ങളും ടോമിനോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും ടോം ആദ്യം അതൊന്നും കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷെ സോഫി സ്നേഹിക്കുന്നത് തന്റെ ചേട്ടനെയാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ അതിന് സത്യം അറിയാൻ ടോം എല്ലാവരുടെയും മുന്നിൽ ഒരു ഡ്രാമ കളിച്ചു. ഒടുവിൽ അമ്മ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് ടോമിന് മനസ്സിലാവുകയും സോഫി നിനക്കുള്ളതാണെന്ന് ജോലിനോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ സർപ്പശാപം എന്ന് പറഞ്ഞിരുന്ന ആഞ്ഞിലമുട്ടിൽ കുടുംബം ഒടുവിൽ പ്രണയവും കുടുംബ ബന്ധങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് ഹാപ്പി ഫാമിലിയായി മാറുകയാണ്.